തലപ്പുഴ കമ്പിപ്പാലത്ത് ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തിയ വിവരങ്ങളുമായി വയനാട് നിന്നും അനൂപ് ചേരുകയാണ്. അനൂപ്, വീണ്ടും ഒരു ആശങ്കയിലേക്ക് പോവുകയാണോ? കടുവയുടെ സാന്നിധ്യം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുണ്ടോ? ഈ തലപ്പുഴ കമ്പിപ്പാലം എന്ന് പറയുന്ന പ്രദേശം തോട്ടമേഖലയ്ക്കും അതോടൊപ്പം വനമേഖലയ്ക്കുമെല്ലാം സമീപമുള്ള പ്രദേശമാണ്. ഇവിടെ നാട്ടുകാർ പലതവണ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച് അല്ലെങ്കിൽ കടുവയെ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടെത്തി. പ്രദേശത്ത് നാട്ടുകാർ തന്നെയാണ് ആദ്യം കാൽപ്പാടുകൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ ജനവാസ മേഖലയിൽ ഈ വിധത്തിൽ കാൽപ്പാടുകൾ കണ്ടതും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതും പ്രദേശത്ത് ഒരു ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഒരാഴ്ചയായി ഈ പ്രദേശത്ത് നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ മാനന്തവാടി മേഖലയിലെ കടുവ സാന്നിധ്യം സംബന്ധിച്ച് എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായി ആ മേഖലകളിൽ വന്യജീവി നിരീക്ഷണമെല്ലാം നടത്തുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഈ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സാഹചര്യത്തിൽ വനവകുപ്പ് ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കടുവയുടെ കാൽപ്പാടുകൾ തന്നെയാണ് എന്നാണ് വനവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രദേശത്ത് തെരച്ചിൽ നടത്താൻ തന്നെയാണ് ഇതേ തുടർന്ന് വനവകുപ്പിന്റെ തീരുമാനം. അതോടൊപ്പം രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തും. അതായത് വളർത്തുമൃഗങ്ങളെ പിടികൂടിയോ മറ്റോ ചെയ്തിട്ടില്ല. ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് അല്ലെങ്കിൽ ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ആശങ്കയെത്തുന്ന സാഹചര്യം. ഏതായാലും വനവകുപ്പ് ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകളും മറ്റും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വ്യക്തമാണ് അനൂപ്. വയനാട് തലപ്പുഴ കമ്പിപ്പാലത്തെ ജനവാസ മേഖലയിൽ കടുവാ സാന്നിധ്യം, കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കമ്പിപ്പാലത്തെ ജനവാസ മേഖലയിൽ ഈ പ്രദേശവാസികൾ ചിലർ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു. വളരെ തിരച്ചിലും മറ്റ് കാര്യങ്ങളും ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. വയനാട് നിന്നും അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.